സന്തോഷത്തോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ജെറമ്യയുടെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് കർത്താവ് പ്രതിഫലം തരൂ. നമ്മുടെ ഓരോ വ്യക്തിയുടെയും യാതനകള് അത് കർത്താവ് പ്രതിഫലം നൽകും. ഇന്ന് നമ്മുടെ നാടൊക്കെ വിട്ട് വിദേശത്തേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവരും വിദേശത്ത് പറന്ന് എത്തിയവരും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായെന്ന്. ഒത്തിരി യാതനകളുടെ നടുവിൽ കിടന്നുകൊണ്ട് മരുഭൂമിയിലും അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന സ്ഥലത്തും പല ഭാഗങ്ങളിലിരുന്ന് കഷ്ടപ്പെട്ട് ഒത്തിരി മക്കള്, മലയാളി മക്കൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ പ്രാർത്ഥിക്കേണ്ട ദിവസമെന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ജീസസ് ആ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം ഞാൻ ചെന്ന് ഇരിക്കുമ്പോഴേക്കും കർത്താവ് ഒരു വചനം പറഞ്ഞു. ആ വചനം തുറന്നു വായിക്കാൻ പറഞ്ഞു. ആ വചനം ഇങ്ങനെയായിരുന്നു: ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 1 മുതൽ 20 ആ വചനം. കർത്താവ് അബ്രാഹിമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാഹത്തിന്റെ കർത്താവ് പറയാണ്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. നമ്മുടെ ഇടയിൽ നിന്നെല്ലാം കർത്താവ് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ഒത്തിരി മക്കള് പോയിട്ടുണ്ട്, പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അബ്രാഹത്തിന്റെ അടുത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളടുത്തും കർത്താവ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മക്കളെ, നിന്റെ നാട് അല്ലെങ്കിൽ നിന്റെ വീട്, നമ്മളായിരിക്കുന്ന സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി, വലിയൊരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ നിന്നെ ഞാൻ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും. അവിടെ നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും. ഈ ഒരു വിശ്വാസം ഇല്ലേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുന്നുള്ള ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുന്നുള്ള ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യ. വിശ്വാസത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും എത്തിപ്പെടുമ്പോൾ കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റും. പക്ഷേ കർത്താവിൽ നമ്മൾ കൂടുതൽ പ്രത്യാശ വച്ചുകൊണ്ട് മുന്നേറുമ്പോൾ മാത്രമാണ് കർത്താവിന്റെ കൃപ നമ്മൾ നിറയുക. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഓടുകയോ തിടുക്കം കൂട്ടുകയോ വേണ്ട. നിങ്ങൾ ഓടുകയോ തിടക്കം കൂടിയോ വേണ്ട. നമ്മുടെ മലയാളികളൊരു പ്രത്യേകതയാണ്. എന്ത് പ്രത്യേകത? ഓട്ടം ഇച്ചിരി കൂടുതലാ, തിടുക്കം ഇച്ചിരി കൂടുതലാ. എന്നിട്ട് ഈ പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി, പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടി ഇച്ചിരി ഓട്ടം കൂടുതലാണ് നമ്മുടെ മലയാളികൾക്ക്. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? പറ. ഏറ്റവും കൂടുതൽ കുരുക്കുകളിൽ ഒന്ന് വീണത് ആരാ? മലയാളികളാ. ഏറ്റവും കൂടുതൽ കറക്ക് കമ്പനികൾ എവിടെയാ? ഈ കൊച്ചു കേരളത്തിലാ. ഇല്ലേ, ആട് മാഞ്ചിയം തുടങ്ങി ഇപ്പോൾ നാനോ എക്സൽ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ അനേകം കറക്ക് കമ്പനികളൊക്കെ ഉള്ളത് ഈ കൊച്ചു കേരളത്തിലാ. കാരണം കേരളത്തിലുള്ള മക്കളെ കുറിച്ച് ആർക്കറിയാം? പുറത്തുള്ളവർക്കറിയാം, ഒപ്പം തന്നെ പിശാചിനറിയാം. പെട്ടെന്ന് കാശുകാരനാകണം. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉച്ചത് പറഞ്ഞ ഹല്ലേലൂയ. പെട്ടെന്ന് കാശുകാരാൻ വേണ്ടി വിദേശത്തേക്ക് പോകാൻ, പ്രത്യേകിച്ച് ആ വിദേശത്തുള്ള കമ്പനികളെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ ഇവിടെയുള്ള ട്രാവൽ ഏജൻസികളിൽ
ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ആ കാശൊക്കെ അവർ പൊട്ടും കടലടിച്ച് ആ കാശ് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ ഒത്തിരി പോലെ. അത് ജനറൽ നഴ്സിങ്ങോ അല്ലെങ്കിൽ ബിടെക്കോ എംടെക്കോ മറ്റേതെങ്കിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ടെക്നിക്കൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ഇതൊക്കെ പഠിച്ചുകൊണ്ട് പത്രങ്ങളിലുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ ഈ പരസ്യം കണ്ടുകൊണ്ട് ചാടി ചെന്ന് പെട്ടെന്ന് കാശുകാരാൻ വേണ്ടി പൈസ കൊടുക്കുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 52:12 പറയുകയാണ്, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട. ഓർക്കം പറ, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. പറ, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവലക്കാരൻ. കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. സഫാനിയുടെ പുസ്തകം 3:17 പറയുന്നില്ലേ, വിജയം നൽകുന്ന യോദ്ധാവ് നമ്മോടൊപ്പം ഉണ്ട്. എന്തിനാ നീ ഓടുന്നത്? കരുതുന്നവൻ നമ്മോടൊപ്പം ഉണ്ട്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബസ്സിൽ കിടന്ന് അവിടെ പോകുമ്പോൾ അറിയാം നമ്മുടെ മലയാളികളുടെ ഓട്ടം ഇല്ലേ. ഒരു കമ്പനിയിൽ നിന്നും വേറൊരു കമ്പനിയിലേക്ക് ചാടി, അവിടെ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ചാടി, ഇങ്ങനെ ചാടി കുരങ്ങന്മാരെ പോലെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി മലയാളികൾ. മര്യാദയ്ക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ട്. ആ ശമ്പളം കിട്ടുമ്പോൾ 1 ലക്ഷം ശമ്പളമൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു ഓഫർ പറയാണ്, നിനക്ക് ഞാൻ 1.5 ലക്ഷം രൂപ ശമ്പളം തരാം. അപ്പം മര്യാദയ്ക്ക് നല്ല കമ്പനി വിട്ട് അടുത്ത കമ്പനിയിലേക്ക് ചാടി. ഇതിങ്ങനെ ചാടി പോകുമ്പോൾ പിന്നീട് നമ്മുടെ ബയോഡറ്റ അവിടുത്തെ മാനേജ്മെന്റ് കാണുമ്പോൾ അവരെന്താ വിചാരിക്കുക? നമ്മൾ ചെല്ലുമ്പോൾ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ പറയും, സർ ഞാൻ ബിടെക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് നോക്കും, ഓ ഇന്ന കമ്പനിയിൽ, ഓ അത് വലിയ കമ്പനിയാണല്ലോ. എന്നിട്ട് അത് മാത്രമല്ല, ആ ഇംഗ്ലീഷുകാരെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്, അമേരിക്കൻ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, യൂറോപ്പ് കമ്പനി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കക്കാരുടെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഇത്രമാത്രം ഇന്റർനാഷണൽ ഫാമിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? നീ ഞങ്ങളുടെ കമ്പനിക്ക് യോഗ്യനാണ്, കുഴപ്പമില്ല, നോക്കട്ടെ. അവസാനം ചോദിക്കും, ഈ കമ്പനിയിൽ നീ എത്ര നാളുണ്ടാവും? എങ്ങനെ? ഈ കമ്പനിയിൽ നീ എത്ര നാളുണ്ടാവും? മലയാളികൾക്ക് പറ്റുന്ന ഏറ്റവും, ഞാൻ 12 വർഷമായി ഒത്തിരി പേരെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വേദനയാണ്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കോ. എന്നതിനാ? ആകെ കൂടി തടസ്സ. എന്നാ തടസ്സ? 6 മാസമായി ജോലി കിട്ടിയിട്ട്. അപ്പൊ അത് അതിന് മുന്നോ അതിന് കമ്പനി നല്ല കമ്പനി ഉണ്ടായിരുന്നോ, പക്ഷെ കൂടുതൽ സാലറി കിട്ടുന്ന വിചാരിച്ചോണ്ട് അപ്പുറത്തേക്ക് ചാടിയപ്പോൾ അതും പോയി ഇതും പോയി. 6 മാസം ശമ്പളവും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിപ്പാ. ഒന്ന് ഇറക്കി പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ ഓടുകയോ തിടുക്കം കൂടിയോ വേണ്ട. നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കില്, ഭർത്താക്കന്മാര് വിദേശത്തുണ്ടെങ്കില്, ബന്ധുമിത്രാദികൾ വിദേശത്തുണ്ടെങ്കില് അവിടെ പണം കൊയ്യുന്ന മരമൊന്നും ഇല്ല. മരുഭൂമിയിൽ പോയി കളച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ പൊന്തി വരുന്ന നിധികളൊന്നും ഇല്ല. അവിടെ കഷ്ടപ്പെട്ട ഒരു മലയാളികളെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു 20 ദിവസം അവിടെ ധ്യാനിപ്പിക്കാൻ പോയി. ദുബായിൽ പല മേഖലകളില് ക്യാമ്പുകളിലും ഭവനങ്ങളിലൊക്കെ ചെന്ന് കുറച്ച് മലയാളികളെ കൊണ്ട് ധ്യാനിപ്പിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വേദന നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാ. ഈ ക്യാമ്പുകളിലൊക്കെ ഈ മണലാര്യങ്ങളിൽ ഷെഡ് കെട്ടിക്കൊണ്ട് അതിലിങ്ങനെ ഇവിടെ നോർത്ത് ഇന്ത്യൻ തൊഴിലാളികള്, അത് ഹിന്ദിക്കാര്, ഈ പല ഷെഡുകളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ ചെന്ന് പിടിക്കുമ്പോൾ ഈ ചപ്പാത്തിയും അല്ലെങ്കിൽ ഡാല് പരിപ്പ് കറിയും ഇതൊക്കെ കഴിച്ച് വൃത്തിഹീനായി കിടക്കുന്ന ഈ നോർത്ത് ഇന്ത്യൻസിനെ കാണുമ്പോൾ നമുക്കൊക്കെ വേദന തോന്നുന്നുണ്ട്. ഇവറ്റകൾക്കൊന്നും വൃത്തിയില്ല. നമ്മുടെയൊക്കെ മലയാളികള് ബൊംബൈയിലും അല്ലെങ്കിൽ മുംബൈയിലും മദ്രാസിലും ഡൽഹിയിലും അല്ലെങ്കിൽ പുറത്ത് ഈ ദുബായ് എന്ന സിറ്റി വിട്ട് പുറത്ത് അജ്മാനിലും അല്ലെങ്കിൽ ഷാർജയിലും ഉമൽക്കോയിലും അങ്ങനെ അബുദാബി, നയം മുസഫ പല ഉള്ളിലേക്കും പോയിക്കൊണ്ട് സിറ്റി വിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ പൊന്നാര ആങ്ങളമാര് അല്ലെങ്കിൽ നമ്മുടെ അപ്പമാര്, സഹോദരന്മാര്, ഇവരൊക്കെ താമസിക്കുന്ന ഇവിടൊക്കെ വരുമ്പോൾ
ടിക് ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ഇവിടെ വന്ന് ഏതെങ്കിലും റെന്റ് കാറും എടുത്തുകൊണ്ട് 1 മാസത്തേക്ക് റെന്റും കാർ എടുത്തുകൊണ്ട് ചെത്തുമ്പോ നമുക്കൊക്കെ തോന്നും അവിടെ അവിടെ പണം മാന്തുന്ന ഒന്ന് ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. മാത്രമല്ല അവിടെ ഒത്തിരി മക്കളുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വാസം, ഞാൻ അതിന് മുമ്പും ഒരു 3 മാസം അവിടെ താമസിച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ നല്ല വിശ്വാസമുള്ള മക്കളാ. അത് ലാറ്റിനെന്നോ മലങ്കരയെന്നോ സീറോ മലബാറെന്നോ വ്യത്യാസമില്ലാതെ അവർ ഒരുമിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും ഇല്ലെങ്കിൽ അവർ ഒരുമിച്ച് ദേവാലയങ്ങളൊക്കെ ചെന്നുകൊണ്ട് ഒരുമിച്ച് ഭക്ഷിച്ചും പ്രാർത്ഥിച്ചും വെള്ളിയാഴ്ചകളിൽ ഉപവസിച്ചും. ഞാൻ പോയ സ്ഥലത്ത് അവര് വ്യാഴാഴ്ച രാത്രി ജാഗരണ പ്രാർത്ഥന, വെള്ളിയാഴ്ച ഉപവാസം. ഇത് കഴിഞ്ഞ് പള്ളിയിൽ പോയി ഉച്ച തിരിഞ്ഞിട്ട് ദുബായ് സെന്റ് മേരീസ് പള്ളിയിൽ കുർബാനയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷിക്കും കാണുമ്പോൾ, ഞാൻ പോയ ഗ്രൂപ്പുകളിലൊന്നും വീടുകളിലൊന്നും TV ഇല്ല. ഒരു മാസം 50,000 വരെ വാടക കൊടുക്കുന്നവരാ ചില ഭവനങ്ങളില്. അപ്പൊ അവരുടെ വരുമാനം നോക്കണം. അത്രമാത്രം വരുമാനമുള്ളവർ പോലും പല ഭവനങ്ങളിലും TV ഇല്ല. ഈ TV കണ്ടുകൊണ്ട് ലൈഫ് കളയാനല്ല എന്ന് അവർ പറയുന്നത്, മറിച്ച് മുടക്ക ദിവസങ്ങള് കർത്താവിനോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെയാണ് ഞാൻ അവിടെ കണ്ടത്. ഒരു സമൂഹം അങ്ങനെയെങ്കിൽ വേറൊരു സമൂഹമുണ്ട് കള്ളു കുടിച്ച് മലയാളികളെ സ്ഥൽ സ്വഭാവം കാണിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കുറെ പേരവിടെ ഉണ്ട്. തനി മലയാളികള്, നാടൻ മലയാളികള്. അവരെങ്ങനെയാ? ഞാൻ ആദ്യം എനിക്ക് തോന്നുന്ന ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ചെന്നപ്പോൾ, അന്ന് അജ്മാനിലാണ് ഞാൻ താമസിച്ചത്. 10 അല്ല 15 വർഷങ്ങൾക്ക് മുമ്പ്, നവീകരണത്തിന് മുമ്പ്. അന്ന് ഞാൻ വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് തന്നെയാണ്. 10,000-ഓളം താമസിക്കുന്ന ആ തൊഴിലാളികളുള്ള ഉള്ളിൽ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ ഞങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ അവിടെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഒരു സാധനം സുലഭമായി കിട്ടും. എന്തായിരിക്കും അത്? മദ്യം. അത് കൊണ്ട് വിൽക്കുന്നവരാരാ? ആരാ? മലയാളികള്. ഓരോ ക്യാമ്പുകളിലും കഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ച മുഴുവൻ മരുഭൂമിയിലും പൈപ്പ് ലൈനിലും അല്ലെങ്കിൽ പല സ്ഥലത്തും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി കുറെ കള്ള് കച്ചവടക്കാര്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ വന്ന അന്ന് ഒരു ചെറുപ്പക്കാരൻ, തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി കതച്ച് ഇങ്ങനെ ഓടി കതച്ചു വരിക. ചോദിച്ചോ, എന്തൊക്കെയാ ഓടി കതച്ചു വരണേ? പോലീസ് പിന്നാലെ ഉണ്ടെന്ന്, പോലീസ് CID-കൾ പിന്നാലെ ഉണ്ടെന്ന്, അറേബ്യൻ CID-കള് പിന്നാലെ ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, പൊന്നു സഹോദര, നീ എന്തിനായി ഗൾഫിലേക്ക് വന്നേ? കള്ളു കച്ചവടത്തിന് വേണ്ടി വന്നാണോ? അത് സഹോദരനെ പറയാൻ പറ്റും. എൻ്റെ കുടുംബത്തിന്റെ വേദന അത് എനിക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് പിടിക്കപ്പെട്ടാലോ മൊട്ടയടിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്. അവൻ പറയാണ്, എനിക്ക് പെട്ടെന്ന് കാശുകാരനായി മാറണം. എങ്ങനെ പെട്ടെന്ന്? നമ്മുടെ അവിടുത്തെ ജയിലുകള്, അറേബ്യൻ ജയിലുകള്, നമ്മുടെ മലയാളികള് വിസ ഇല്ലാത്തതിന് പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ശരിയാ. മറിച്ച് ഏറ്റവും കൂടുതൽ മലയാളികൾ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കള് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് കാശുകാരനാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു സമൂഹത്തെ അവിടെ കാണാൻ പറ്റും. ഒന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പെട്ടെന്ന് കാശുകാരനാവുക. ഈ കാശുകാരൻ എന്നറിയോ? ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഈ മക്കളുടെ വിയർപ്പ് തുള്ളികൾ. പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്, മുട്ടനാടിന്റെ കഥ. 2 മുട്ടനാടുകൾ തമ്മില് കൂട്ടിയിടിപ്പിച്ച് നടുക്കിൽ നിന്നും ചോര കുടിക്കുന്ന കുറുക്കന്റെ കഥ.
ഒന്നുറക്കെ പറ ഹല്ലേലൂയ. ഇങ്ങനെ കുറെ ചെറു കുറുക്കന്മാരെ എവിടെയുണ്ട്? ഈ ഗൾഫ് രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹ വെളിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ ചെറു കുറുക്കന്മാരെയൊക്കെ ഒന്ന് നേരിയാക്കാൻ വേണ്ടിയിട്ടാ. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ ചെറു കുറുക്കന്മാരെ വീഞ്ഞും കൊണ്ട് മദ്യം കൊണ്ട് എവിടേക്ക് എത്തിപ്പെടുന്നു? ഈ ക്യാമ്പുകളിൽ ചെന്ന് ഈ പാവപ്പെട്ട മലയാളികളെ ഇഞ്ചിഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന ചെറു കുറുക്കന്മാരെ, ഉത്തമ ഗീതത്തിൽ പറയുന്ന ചെറു കുറുക്കന്മാരെ അവിടെയുണ്ട്. അവരെ നമുക്ക് ഓടിപ്പിക്കണം, അവരെ നമുക്ക് നന്നാക്കണം. ഈ നന്നാക്കണമെങ്കിൽ നമ്മൾ കൈവിരിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് കൈവിരിച്ച് ആ ചെറു കുറുക്കന്മാർക്ക് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് ശക്തി നിറയട്ടെ. പോരാ, ശക്തിയോടെ സ്തുതിച്ചേ. പോരാ, ശക്തിയോടെ സ്തുതിച്ചേ. നമ്മുടെ പൊന്നു മക്കള് അവിടെ വേദനയോടുകൂടി പണിയെടുക്കുമ്പോൾ ആ പണിയെടുക്കുന്ന വേദനകള് അടിച്ചു മാറ്റാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കുറുക്കന്മാരെ, ഈ കുറുക്കന്മാരെ തുരത്തണമേ, അവരെ മാനസാന്തരപ്പെടുത്തണമേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നമ്മൾ നമ്മുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആര് ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിലാണോ അമേരിക്കയിലാണോ അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നോ? പക്ഷേ ഇവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കുറുക്കന്മാരുണ്ട്. ഈ കുറുക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് കാശേരനാവാൻ മലയാളികളാ, എനിക്ക് മറ്റുള്ളവർ പിന്നെയും കുഴപ്പമില്ല, ഈ മലയാളികളാ ഇതിന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ നമുക്ക് തുരത്തണം, ആ ക്യാമ്പുകളിൽ നിന്ന് തുരത്തണം. ഇന്ന് ഒത്തിരി ജീസസ് യുദ്ധം കരിസ്മാറ്റിക്കുകാരും ഒത്തിരി ക്യാമ്പുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറുക്കന്മാരെ തുരത്താൻ വേണ്ടി. നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ വിശുദ്ധീകരിക്കണം, ഒരു പുതിയൊരു ജനതയാക്കി മാറ്റണം, ശക്തിയുള്ളവരാക്കി മാറ്റണം. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. വേറൊരു വിഭാഗം ഉണ്ട് അവിടെ. അതേതായിരിക്കും വിഭാഗം? എങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കള്ള് കച്ചവടം അല്ലാതെ വേറൊരു വിഭാഗം അവിടെയുണ്ട്. അതേതാ വിഭാഗം? പലിശക്കാര്, വട്ടിപലിശ. പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട മലയാളികളെ, അതിനെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പിടിച്ചടിക്കേണ്ടത് ആദ്യം. എന്നാന്നറിയോ? ഓരോരോ കാരണം അറിഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എല്ലാ ദിവസവും വിളിക്കാലോ, ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ ഇന്ന് എൻ്റെ അനിയത്തിയുടെ കൊച്ചിൻ്റെ മാമോദീസയ നാളെ, അവൾക്ക് 1 പവൻ്റെ സ്വർണം വേണേ. എല്ലാവരും മുന്നിൽ നമ്മൾ സ്വർണ്ണം എടുത്ത് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, 1 പവനെങ്കിലും മിനിമം വേണം. ചേട്ടൻ പറയും, കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ വേറൊരു അനിയത്തിയുടെ കല്യാണമായിരുന്നത്, അതിന് നമ്മൾ 5 പവൻ കൊടുത്തതല്ലേ, അപ്പോഴത്തേക്ക് താണ്ട ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതാ വേറൊരു അനിയത്തിയുടെ കുട്ടിക്ക് മാമോദീസ, ബാപ്റ്റിസം 1 പവൻ്റെ. മോളെ, എനിക്ക് ജോലി ചെയ്യുന്ന പണി 30,000-40,000 ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കാം, ഇതിനും കൂടുതലായി ഓരോ മാസം അവിടേക്ക് അയച്ചു തരുന്നുണ്ട്. ഇതൊക്കെ അയച്ചു തരുന്നത് എവിടെന്നാ? ചേട്ടൻ ചുമ്മാ പറ, ചേട്ടൻ വിചാരിച്ച പൈസ ഒന്നും കിട്ടാതിരിക്കോ? ഒരു ഉമ്മയും കൂടി ഫോണോടെ കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടന് പറഞ്ഞിരിക്കോ? ചേട്ടൻ നോക്കുക എവിടേക്കാ ഓടിക്കൊണ്ടിരിക്കേണ്ടത്, എവിടേക്കാ ഓടിയിരിക്കണേ? പൈസ അയക്കണം. ആരാ പറഞ്ഞിരുന്നത്? ഭാര്യ അവസാനം എന്ത് ചെയ്തു? ഒരു ഉമ്മയും കൊണ്ട് തന്നിരിക്കുക. ഈ ഉമ്മ കൊണ്ട് തന്നിരിക്കുക. ചേട്ടൻ ഓടിക്കൊണ്ട് വട്ടിക്കാരൻ്റെ അടുത്തേക്ക് ഓടിയെന്ന് ചോദിക്കുക. ഒരു 50,000 രൂപ തരുമോ? 2 മാസം ശമ്പളം. നീ ശമ്പളം കിട്ടില്ലെങ്കിൽ മാസം ഞാൻ പലിശ തരാം. അയ്യോ, ഇപ്പൊ വലിയ ടൈറ്റാ, ഇപ്പൊ ഒത്തിരി പേര് എല്ലാവർക്കും ടൈറ്റാ. പ്ലീസ്, എനിക്ക് വേറെ നിവർത്തിയില്ല. എൻ്റെ അനിയത്തിയുടെ കുട്ടിയുടെ മാമോദിസ. ആരാ അനിയത്തിയുടെ? ഭാര്യയുടെ അനിയത്തിയുടെ കുട്ടിയുടെ മാമോദിസയ്ക്ക് പൈസ കൊടുക്കാനുള്ളതാ. പൈസ വേണേ. 50,000 രൂപയ്ക്ക് മാസം 5,000 രൂപ പലിശ തരാൻ തയ്യാറാണോ? ഇച്ചിരി കൂടുതലാ. വേണ്ട, ഇവിടെ ആൾക്കാർക്ക് ക്യൂ ആണ്, നീ തരണ്ടടാ.
കുഴപ്പമില്ല, 5000 രൂപ. എന്നിട്ട് 110 രൂപ എന്നോണം പലിശക്ക് എടുത്തുകൊണ്ട് ഇവിടേക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്ന മലയാളികള്, ഈ ജോലിക്ക് പോയവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാശ്. നമ്മുടെ മലയാളികൾക്ക് വല്ല കുറവുണ്ടോ? ആദ്യകാലങ്ങളിൽ മാമോദീസയ്ക്ക് എന്നൊക്കെ വളരെ ലളിതമായി നടത്തിയിരുന്ന മാമോദീസ ഇപ്പൊ കല്യാണത്തേക്കാൾ ഗംഭീര. 50 പേർക്ക് വർഷം കൊടുത്താൽ പോരാ, എത്ര പേർക്ക് കൊടുക്കണം? 200 രൂപ വരെ. ഒരു ഹോട്ടലിൽ പോയി 30-40 രൂപ വരെ ഭക്ഷണം കിടുമ്പിക്കും പേടിക്കുന്ന നമ്മള്, അയ്യോ ഊണിന് 30 രൂപയാ, 40 രൂപയാ, 50 രൂപയെന്ന് പറയുന്ന നമ്മള് നമ്മുടെ കുടുംബത്തിലെ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ 100, 150, 200 രൂപ ഒരു പ്ലേറ്റിന് ബിരിയാണോ ഫ്രൈഡ് റൈസോ മറ്റെന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഒരു ഇല്ലേ 100, 500 രൂപ ഒക്കെ പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു കാശിന് കുറവില്ല നമുക്ക്. ഇതിന് സോഴ്സ് ഓഫ് ഇൻകം, വരുമാന മാർഗം എവിടെന്നാ? നോർക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു പെണ്ണെന്നെ വിളിച്ചു, ബ്രദറൊന്ന് പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥന? എവിടെന്നാ നമ്പർ കിട്ടിയേ? ബ്രദറിന്റെ TV പ്രോഗ്രാം ഇപ്പോൾ എല്ലാ ആഴ്ചയും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അതിൽ ബ്രദറിന്റെ നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചതാന്ന് പറഞ്ഞു. എന്താണ് പ്രോഗ്രാം, എന്താ പ്രോബ്ലം? എൻ്റെ ഭർത്താവ് ഒരു ലോറി ഡ്രൈവറാ, ടിപ്പർ ഡ്രൈവറാ. അതിന്റെ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ലോറി മേടിച്ചു, വീണ്ടും ഓട്ടം കഴിഞ്ഞപ്പോൾ വേറെ ലോറി മേടിച്ചു. ഇപ്പം 3 ടിപ്പർ ലോറിയാ. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ ഗ്രാമ ഞങ്ങള്, പക്ഷെ ഞങ്ങളുടെ നാട്ടില് ഒരു നല്ലൊരു സാമാന്യം വലുപ്പമുള്ളൊരു വീട് പണിതു. എത്ര സ്ക്വയർ ഫീറ്റാ? 2500 സ്ക്വയർ ഫീറ്റ്. 2500 സ്ക്വയർ ഫീറ്റ് സ്ഥലം. എന്നിട്ട് ഇപ്പോ പെങ്ങളെ എന്താ കുഴപ്പം? ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. കുടുംബത്തിന് ഇറങ്ങാനാ പറഞ്ഞ, ബ്രദർ പ്രാർത്ഥിച്ച ജപ്തി ഒഴിവായി കിട്ടുമെന്ന്. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇത് ആരുടെ കുഴപ്പം? ഒരു സാധാരണ ഒരു ഡ്രൈവർ തന്റെ വരുമാനത്തിന് ഒരു വാഹനം മേടിച്ചു, നല്ലതാ, മര്യാദയ്ക്ക് ഓട്ടം കെട്ടിക്കോട്ടെ. വീണ്ടും വാഹനം മേടിച്ചു. അതിനപ്പുറം അതിനുശേഷം ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഒരു വീടും പണിതു. ഇപ്പോ അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ടിങ്ങനെ പ്രശ്നങ്ങളാ, സാമ്പത്തിക പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ഇതിനൊക്കെ വരുമാനം എവിടെന്നാ? ബാങ്കുകള്, നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവർ പല വിധത്തിലുള്ള ഓഫറുകൾ തരുന്നതുകൊണ്ട് ഭവന നിർമ്മാണം ഇത്ര ശതമാനം കുറവാ. ചാടി വാഹനങ്ങള് ഓരോ ദിവസം വ്യത്യസ്തമായി വാഹനങ്ങള് 5 ലക്ഷം. പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രീമിയർ പത്നിയോ അല്ലെങ്കിൽ ഒരു അംബാസഡർ കാറോ ഇല്ലെങ്കിൽ പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു ടാറ്റ ഇൻഡിക്കൊക്കെ കിടന്നപ്പോൾ ഇന്ന് ഇതൊക്കെ കൊണ്ടു നടക്കുന്ന നാണക്കേടാ. എന്നാ കാരണം? ഇപ്പൊ ലക്ഷറി വാഹനങ്ങള് മിനിമം തുടക്കത്തിൽ 5 ലക്ഷം മുതൽ തുടങ്ങണം. 5, 6, 7, 8, 10, 12, 14. ഇപ്പം ഇന്നോവയ്ക്ക് എത്ര റേറ്റ്? 16, 17 ലക്ഷമാ. ഇന്നോവ കാറിൽ പോയാലാണ് മലയാളികൾ പറയണ, എനിക്ക് നട്ടലിന്റെ പ്രശ്നമാണ്, പിന്നെ കാറിൽ വളരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണം. ഇങ്ങനെ മലയാളികളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ കൂടി ഇതിന്റെ ലോഡ് പാപമായ ഈ വിദേശത്ത് പ്രവാസികളായി കഴിയുന്ന മക്കള്, അവര് പണിയെടുക്കുന്ന പൈസ പലതും അനുഭവിക്കാൻ പറ്റാതെ ചോർന്നുകൊണ്ടിരിക്കുക. ഈ ആർത്തിയുടെ സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്ന് മാറണം. ആർത്തിയുടെ സംസ്കാരം മാറണം. ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ മലയാളികൾ തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് വരും. കൃഷിയുണ്ടോ? ഇല്ല. എന്ത് തൊഴിലവിടെ ഉള്ളേ? ഇപ്പൊ ഇവിടെ ഉള്ള തൊഴിൽ ആരാ ചെയ്യണേ? തമിഴന്മാരുണ്ടായിരുന്നു, അവർ വെച്ച് മാറി. അവിടെ ജയലളിത അരിക്കൊക്കെ വില കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചാടിപ്പോയി. ഇപ്പൊ കുറെ ബംഗാളികളും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് കുറെ പേരുണ്ട്. അവരെ ഇവിടുത്തെ പൈസ മുഴുവൻ
മലയാളികൾ സാധാരണ ഒരു മലയാളി ഗൾഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടണേ? ഒരു 5,000 10,000 അല്ലെങ്കിൽ മാക്സിമം 20,000 രൂപ. ഒരു ടെക്നിക്കൽമാരോ ഡ്രൈവറൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ചെലവും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ പിന്നെ എന്തോരം ഉണ്ടാവും? ഇവിടെയുള്ള ഓരോ ബംഗാളികള് നോർത്ത് ഇന്ത്യൻസുകാരുണ്ടാക്കുന്ന പൈസ എത്രയാ? ഒരു ദിവസം 500ഉം 600ഉം 1000 രൂപ വരെ അവർ വരുമാനം മേടിക്കുന്നുണ്ട്. ഒരു മാസം എത്രയായി? നിങ്ങൾ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? അവർ ഇറച്ചിക്കറി, മീൻകറി, അവിയല്, പൊരിയില്, സാമ്പാറ്, മെഴുക്കുവരട്ടി, തോരൻ, നെയ്ച്ചോറ്, ബിരിയാണി ഒക്കെ അടിച്ച് നടക്കുകയാണോ? അവർ സാധാരണ എവിടെ ബിൽഡിംഗ് വർക്കുണ്ടോ ഈ ബിൽഡിംഗ് വർക്ക് ചെയ്യുമ്പോൾ അവരവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. അവരവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എയർ സ്റ്റൗവിലോ മറ്റേത് സ്റ്റൗവിൽ വെച്ച് ഇച്ചിരി ഡാൽക്കറി, പരിപ്പ് കറി, ഇച്ചിരി വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഇച്ചിരി വഴുതനയ്ക്ക, ഇച്ചിരി ചപ്പാത്തി, ഇതൊക്കെ വെച്ചുകൊണ്ട് ലളിത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മലയാളികളോ, ഇവിടെയുള്ള ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെങ്ങനെ ജീവിക്കണേ? ആ കിട്ടുന്ന പൈസ മുഴുവൻ ആർക്കാ കൊണ്ടു കൊടുക്കണേ? മലയാളിമാർക്ക് അബ്കാരി കോൺട്രാക്ടർമാർ വെച്ച് ഗവൺമെന്റിന് തിരിച്ച് ടാക്സ് അടയ്ക്കുക. എങ്ങനെ? ബീവറേജ് കോർപ്പറേഷനിലേക്ക് നിന്നുകൊണ്ട് ടാക്സ് അടയ്ക്കുക. അതെ, ഞാൻ കാലത്തോട്ട് വൈകിട്ട് വരെ പണിയെടുത്തതാണ്. 500 രൂപ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. ഗവൺമെന്റ് വലിയ കടത്തല പോണേ. എനിക്കൊരു കാര്യം ചെയ്യേ, ഒരു 300 വരെ ഒരു കുപ്പി തന്നേ. തിരിച്ച് ഗവൺമെന്റിനെ കൊടുക്കുക. 300 വരെ കുപ്പി, 200 മതി. കാരണം ഗവൺമെന്റ് കടത്തലല്ല പോണേ. അപ്പൊ ഒരു 300 കുപ്പി പിടിച്ചുകൊണ്ട് 500 രൂപയ്ക്ക് പണിതു, 300 രൂപയ്ക്ക് ഒന്നോർക്ക പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലയാളികള് കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. മാറി 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 വീണുകൊണ്ടിരിക്കുക. ഇന്നത്തെ പത്രത്തിൽ വായിച്ചില്ല എത്ര ലക്ഷം മദ്യപാനികളുണ്ടെന്ന് പറഞ്ഞ്? വായിച്ചോ മനോരമയില്? 80 ലക്ഷം മദ്യപാനികളുണ്ടെന്ന് പറഞ്ഞ്. എത്ര? 80 ലക്ഷം പേര് മദ്യപാനികൾ. എവിടെ എവിടെ ചിന്തിച്ചോ? എത്ര കോടി ജനതയുണ്ട് കേരളത്തില്? 3.25 കോടി ജനമുണ്ട് ഇവിടെ. ഇതിൽ എത്ര പേര് പുറത്തുണ്ട്? അത് കഴിഞ്ഞിട്ടുള്ള ഈ കേരളത്തിലെ 80 ലക്ഷം പേര് മദ്യപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ഈ അനുകരിക വെള്ളിയിലെ ഇങ്ങനെയുള്ള ഓരോ കെട്ടുകളും നമുക്ക് പൊട്ടിക്കണം. എങ്ങനെ? ഇങ്ങനെയുള്ള സാത്താൻ കെട്ടിയിട്ടുള്ള ഓരോ കെട്ടുകളും നമുക്ക് പൊട്ടിക്കണം. ആദ്യം ഗൾഫ് മേഖലകളെ പ്രവാസികളായി കഴിയുന്ന മക്കളെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജോലി ചെയ്യാനും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനും അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ തിന്മയുടെ പൈശാചിക ശക്തികളെയും തകർക്കാൻ നിങ്ങൾ തയ്യാറാണോ? ജോഷുവയുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ ജോഷുവയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ എന്താ നമ്മൾ കണ്ടത്? ജെറിക്കോ കോട്ട അവർക്ക് മുന്നേ അടച്ചിരിക്കുക. ഈ ജെറിക്കോ കോട്ട അടച്ചിരിക്കുന്ന ആ കോട്ടയ്ക്ക് മുന്നിലെത്തിയപ്പോൾ കർത്താവ് ജോഷുവയോട് തന്നെ പറഞ്ഞ്, നിങ്ങളുടെ ഇടയിലുള്ള യോദ്ധാക്കളോട് പറയുക, 6 ദിവസം ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും മൗനമായി നടക്കുക. 7-ാം ദിവസം ലേവിയർ ഗോത്രത്തിൽപ്പെട്ട പുരോഹിത ഗണം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക. ആ കെട്ട് പൊട്ടും. എങ്ങനെ? ആ കെട്ട് പൊട്ടും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ കെട്ട് പൊട്ടിച്ച് സ്തുതിച്ച് വീണ്ടും ഇരിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന്, പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റുക. ഇങ്ങനെ കെട്ടുകൾ പൊട്ടണം. പ്രവാസി മലയാളികളെ കെട്ടിയിട്ടിരിക്കുന്ന സാത്താന്റെ കുടിലതന്ത്രങ്ങളെ അല്ലേ, നമുക്ക് വേണ്ടി ജീവത്യാഗം കൊടുത്തുകൊണ്ട് ഈ മരുഭൂമിയിലും അല്ലെങ്കിൽ തണുപ്പിന്റെയും പല സ്ഥലത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ പൊന്നുമക്കളെ, നമ്മുടെ ഭർത്താവിന്റെ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മുടെ മക്കളെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഇവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചിലന്തികളെ, ക്യാൻസറിനെ അതിന് തടച്ച് തകർത്ത് കളയണം. തയ്യാറാണെങ്കിൽ ഈ 2 കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, അപ്പുറത്ത് പിടിക്കുന്ന വ്യക്തിയുടെ കരങ്ങൾ പുറത്തു പിടിച്ച്, എന്ന് പ്രവാസികളായ മക്കളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറാ, മദ്യവും ലഹരി വസ്തുക്കളും അല്ലെങ്കിൽ മറ്റു എല്ലാ തടസ്സങ്ങളും, അവരുടെ തൊഴിൽ തടസ്സങ്ങളും, ഈ ചാടി പോകുന്ന സ്വഭാവത്തെയും
ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ആത്മാർത്ഥത്തോടൊന്ന് കരയുയർത്തിയേ, ആത്മാർത്ഥത്തോട് കരമുയർത്തിയേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിതാ ഈ ഗാഗുൽത്തയുടെ മലമുകളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടി, ഈ കേരള ജനത്തിന് വേണ്ടി പ്രവാസികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കള്, അനേകം മക്കളെ അവരെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിന്, ചിലന്തികളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിട്ടകലത്തെ, മദ്യപാന ആശയ്ക്ക് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചാടി 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 പോകുന്ന സ്വഭാവത്തെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. മക്കളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ, ശക്തിയോട് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.